പത്തനംതിട്ട കലഞ്ഞൂർ അനന്തോ കൊലക്കേസിൽ 3 മണിക്ക് കോടതി ശിക്ഷ വിധിക്കും. പ്രതി ശ്രീകുമാർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. 2023 ഫെബ്രുവരിയിലായിരുന്നു സംഭവം. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, ആദ്യം കനാലിൽ കണ്ടെത്തിയ മൃതദേഹം പിന്നീടൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ച കേസാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, ഇത് അങ്ങേയറ്റം നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. 2023 ഫെബ്രുവരി മാസമാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ 28 വയസ്സുകാരനായിട്ടുള്ള അനന്തുവിനെ ശ്രീകുമാർ കൊലപ്പെടുത്തിയത്. ശ്രീകുമാറിന്റെ ഭാര്യയുമായിട്ട് അനന്തുവിന് ഒരു സൗഹൃദമുണ്ടായിരുന്നു. ഇത് മറ്റു പല സൗഹൃദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അനന്തുവിനെ ശ്രീകുമാർ കൊലപ്പെടുത്തിയത്. തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അനന്തുവിന്റെ മൃതദേഹം കനാലിൽ തള്ളുകയായിരുന്നു. അതിനുശേഷം ഒളിവിൽ പോയ ശ്രീകുമാറിനെ പോലീസ് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെ പിടികൂടുകയായിരുന്നു. ഈ സംഭവം നടന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതി ശ്രീകുമാറിനെ പിടികൂടിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്നുള്ള സംശയം തോന്നിയിരുന്നുവെങ്കിലും മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്നതിനിടെ ഈ പറയുന്ന കൊല്ലപ്പെട്ട അനന്തുവിന്റെ തലയ്ക്ക് മുകളിൽ കമ്പി കൊണ്ട് അടിച്ച പാടുകളുണ്ടായിരുന്നു. ശക്തമായി മുറിവേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. അങ്ങനെ കുമ്പളത്താമണിൽ ഒരു ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ശ്രീകുമാറിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ഈ സംഭവത്തിൽ ശ്രീകുമാർ കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തി. അല്പസമയം 3 മണിയോടുകൂടി പത്തനംതിട്ട കോടതി ശ്രീകുമാറിന്റെ ശിക്ഷ വിധിക്കുകയും ചെയ്യും. സുഖയിൽ ശരി, എന്തായാലും ശിക്ഷാവിധി 3 മണിക്ക് ഉണ്ടാകും. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.